നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമ്മുടെ BJPയുടെ ഒരു തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മറ്റ് 3 സംസ്ഥാനങ്ങളിലും അടക്കി പിടിച്ചു, അസം അടക്കം. കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എക്സിറ്റ് പോളുകളെല്ലാം പറഞ്ഞത് 1 മുതൽ 7, ഏറ്റവും ഒടുവിലത്തെ എക്സിറ്റ് പോൾ പറഞ്ഞു 18 വരെ കിട്ടാം BJPക്ക് എന്ന് പറഞ്ഞു, NDAക്ക്. കാരണം 22 സീറ്റ് BDS-നുണ്ട്, 19 സീറ്റ് 2020-ക്കുണ്ട്. ഘടകകക്ഷികൾക്ക് കൈ അയച്ചു കൊടുത്തു, ആരെയും വിഷമിപ്പിച്ചില്ല, ആരും സീറ്റ് കുറഞ്ഞതായിട്ട് പരാതിയും പറഞ്ഞില്ല. അത് തന്നെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അവിടെയാണ് പ്രശ്നം. കിട്ടിയത് വാങ്ങിച്ചുകൊണ്ട് പോയവർ, ഈ കൊണ്ടുപോയവർ ആ യന്ത്രം പ്രവർത്തിപ്പിച്ച് നോക്കിയോ എന്നതാണ് സംശയം. അത് കൃത്യമായിട്ട് അതിനെ വോട്ടാക്കി മാറ്റാനുള്ള ശ്രമം നടത്തിയോ അവർ? കാരണം 2020-യുടെ പ്രധാന കേന്ദ്രത്തിൽ വരെ അവർ തകർന്നടിഞ്ഞെങ്കിൽ ഘടകകക്ഷികളുടെ ഒരു പോക്ക് അതവിടെ നിൽക്കട്ടെ, അത് രണ്ടാമത്തെ കാര്യമാണ്. BJPയിൽ തന്നെ 3 ആയിരുന്നോ നമ്മൾ പ്രതീക്ഷിച്ചത്? അല്ല, എൻ്റെ അറിവിലില്ല. കാരണം അതിൽ വളരെ ഒരു ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു കൊണ്ടിരുന്ന തരംഗത്തിൽ 2 പേർ നിൽക്കുന്നു. ഈ വിരുദ്ധ വികാരം ആഞ്ഞടിക്കുമ്പോൾ ഈ LDF കടപുഴകി വീണു. മറ്റ് 2 പേർ ഈ തരംഗത്തോട് ഒപ്പം പോകാൻ വിധിക്കപ്പെട്ടവരായിരുന്നു. അതിൽ UDF, കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ളവർ ഈ തരംഗത്തിൻ്റെ ഒപ്പം പോയി അതിജീവിച്ചു. പകുതി വഴിയിൽ NDA BJP കിതച്ച് നിന്നുപോയി. പക്ഷേ നമ്മുടെ സംസ്ഥാന നേതൃത്വത്തെ കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം നേമത്ത് മത്സരിക്കുകയാണ്. സ്വന്തം മണ്ഡലവും നോക്കണം. നേമം BJPയുടെ കേരളത്തിലെ ഐക്കൺ മണ്ഡലമായിരുന്നു. നേമത്ത് വിജയിക്കില്ല, ഈ ഡബിൾ ലോക്കിട്ട് പൂട്ടി എന്നൊക്കെയാണ് പ്രധാന എതിരാളിയായിരുന്ന ഇടതുപക്ഷം, പ്രത്യേകിച്ച് V. ശിവൻകുട്ടിയുടെ ആരോപണം. അതിലെ പൊളിച്ച് കൈ കൊടുത്തു. കാരണം അദ്ദേഹത്തിന് അത് പൊളിച്ചു കൊടുക്കണമായിരുന്നു. ഇവിടെ മറ്റ് സംസ്ഥാന ഭാരവാഹികളെയൊക്കെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, മറ്റ് ജില്ലകളുടെയും മണ്ഡലങ്ങളുടെയും ഒക്കെ ചാർജ്. അപ്പം നമുക്ക് പാളിപ്പോയത് 3 സീറ്റ് കിട്ടി, വളരെ നല്ല കാര്യമാണ്. ചാത്തന്നൂർ കിട്ടി. നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ ചാത്തന്നൂർ കിട്ടുമെന്ന് ഇദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. അത് കിട്ടി, പ്രതീക്ഷിച്ചില്ല. ചാത്തന്നൂർ കിട്ടി എന്ന് പറയുമ്പോൾ നമ്മളും പറയുന്നുണ്ടായിരുന്നു കിട്ടുമെന്ന്, പക്ഷേ അത്രത്തോളം പ്രതീക്ഷിച്ചില്ല. കാരണം എളിയ ഒരു സേവകനായി ചാത്തന്നൂരിൽ ക്യാമ്പയിൻ നടത്തിയതാണ് BB ഗോപകുമാർ, അല്ലേ? തീർച്ചയായിട്ടും അതെ. പിന്നെ കിട്ടിയത് നേമത്ത് രാജേട്ടൻ താമര വിരിയിച്ചതാണ്, അത് അദ്ദേഹം ഒന്നുകൂടി വിരിയിച്ചു. കഴക്കൂട്ടം അവിടെ ഒരു BJP നേതാവിൻ്റെ അല്ലെങ്കിൽ BJP ശരിക്കും അത് 10 വർഷത്തെ മുരളിയേട്ടൻ്റെ ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെ വിജയമാണ്. അതുകൊണ്ടാണ് നെക്ക് ടു നെക്ക് ഒരു ഫോട്ടോ ഫിനിഷിലാണല്ലോ കയറി വരുന്നത്. അവസാന നിമിഷം 3ാമത്തെ താമര വിരിഞ്ഞത് കഴക്കൂട്ടത്തായിരുന്നു, അല്ലേ? എല്ലാവരും പറഞ്ഞു കഴക്കൂട്ടത്ത് താമര വിരിയില്ല എന്ന്. ശരിക്കും ഈ V. മുരളീധരൻ്റെ ഒരു കേന്ദ്രമന്ത്രിയായിരുന്നു, വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു, ഒരു ഇൻ്റലക്ച്വൽ നിലപാടുകൾ, അദ്ദേഹം ഒരു ബൗദ്ധിക കേന്ദ്രമായിട്ടാണ് പാർട്ടിയിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം ഇങ്ങനൊരു വർക്ക് ചെയ്ത് വിജയിക്കണമെങ്കിൽ കേരള നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും നമ്മൾ ആദ്യം സംസാരിച്ചതിന് തന്നെ ഈ ശരിക്കും 3 താമര വിരിഞ്ഞു, 3 സീറ്റ് കേരള നിയമസഭയിൽ 3 പേരുമായി BJP പോകുന്നു. മതിയോ എന്നാണ് ചോദിച്ചത്. ശരിക്കും ഒരു കേരളത്തിലെ ഇല്ലെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യങ്ങളും അതിൻ്റെ സന്ദർഭങ്ങളും ഒക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ, അതായത് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള 10 വർഷം ഭരിച്ച ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ഭയങ്കര വികാരം, അതൊരു പക്ഷേ LDF-ഉം NDA-യും ഒന്നും ജനങ്ങളിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ പോലും ജനങ്ങൾ അവയർനെസ് ആയിരുന്നു. എങ്ങനെയെങ്കിലും പിണറായി വിജയനെ ഇറക്കണം. കാരണം അത് അദ്ദേഹത്തിൻ്റെ ധർമ്മടത്ത് നമ്മൾ കണ്ടില്ലേ. ധർമ്മടത്ത് പല പഞ്ചായത്തും എന്ന് പറഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊരു നോട്ടീസോ അഭ്യർത്ഥനയോ പോലും കൊടുക്കാൻ സാധിക്കാത്ത പഞ്ചായത്തുകളിൽ, അതെ, പഞ്ചായത്ത് പാർട്ടി ഗ്രാമങ്ങൾ മാത്രമല്ല, അവിടെ എതിർ സ്ഥാനാർത്ഥികൾ പോലും ഇല്ലാതെ, എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്ത് പോലും ധർമ്മടത്തുണ്ട്. എതിരില്ലാതെ CPM ആ പഞ്ചായത്തുകളിൽ പോലും 3000-4000 വോട്ടിന് പിണറായി വിജയൻ പുറകിൽ വന്നെങ്കിൽ പല ബൂത്തിലും ഇരിക്കാൻ മറ്റ് ഇന്നേജന്റുമാരില്ല, മറ്റു പാർട്ടിക്കാർക്ക് ഇന്നേജന്റ് ഇല്ല. അത് NDA-ക്കോ കോൺഗ്രസ് മുമ്പേ ഇരുത്താറില്ല, BJP ആണ് പിന്നെ ഇരുത്തുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ പല പഞ്ചായത്തിലും BJP-ക്കും ആളില്ല. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ധർമ്മടത്ത് അപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് പാർട്ടി ഗ്രാമങ്ങളിലെ പാർട്ടിക്കാരുടെ മനസ്സിൽ ഈ CPM-നെ തിരുത്തണം, ഇല്ലെങ്കിൽ CPM-നെ പിണറായിയെ താഴെ ഇറക്കണം, ഈ പോക്കിന് ധാർഷ്ട്യത്തിന്, അഹങ്കാരത്തിന് ഇതിനൊരു കുച്ചുവിലങ്ങിടണം, പിണറായിക്ക് ഇതിനൊരു ശക്തമായ താക്കീത് കൊടുക്കണം എന്നുള്ളത് പാർട്ടിക്കാർ തന്നെ കേരളത്തിൽ തീരുമാനിച്ചു. അത് മനസ്സിലാക്കാൻ
ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾക്ക് BJP അടക്കമുള്ള പ്രതിപക്ഷങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ വാദം. കാരണം CPM പാർട്ടി അണികൾക്ക് അകത്തുണ്ടായിരുന്ന ഒരു വികാരം, ആ വികാരം പോലും നമുക്ക് ഇല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷങ്ങൾക്ക് മനസ്സിലാക്കി അതിനെ വോട്ടാക്കാൻ പലയിടത്തും സാധിച്ചില്ല. ഇനി മറ്റൊരു കാര്യം, ഈ കോൺഗ്രസിൻ്റെ മെഷീനറി കൊണ്ടൊന്നുമല്ല ഈ കോൺഗ്രസ്സിന് ഇത്രയധികം സീറ്റുകളോടുകൂടി വിജയിക്കാൻ സാധിച്ചത്. അത് ഈ വികാരം തന്നെ. അതിനകത്ത് ശരിക്കും ഇപ്പം നമ്മളെ ഡീലാണെന്ന് മഞ്ചേശ്വരം പറയുന്നു, 20,000 വോട്ട് CPM കണ്ടില്ല. ശരിക്കും അത് ഡീലൊന്നുമല്ല, CPM വിരോധം തീർത്തതാ. അവിടെ CPM വിരോധം അത് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് തീർത്തു. അവർക്കത് BJP ജയിക്കാനും പാടില്ല. അപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു അവരുടെ മുമ്പിലുള്ളത്. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മഞ്ചേശ്വരം എടുത്താൽ തന്നെ 20,000 വോട്ടെന്ന് പറഞ്ഞാൽ ചരിത്രത്തിലാദ്യമല്ലേ 20,000-ന്റെ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ തവണ 90 വോട്ടിനായിരുന്നു. അപ്പം അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് 90 വോട്ട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിലും 300 വോട്ടോ 400 വോട്ടിൻ്റെ വ്യത്യാസം അങ്ങനെ വന്നു. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ ഒരു 10 തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തിൻ്റെ അവസ്ഥ ഇതാ. 100 വോട്ട്, 150 വോട്ട്, 3000 വോട്ടിനകത്തൊക്കെയാണ് BJP പരാജയപ്പെടുന്നത്. അവിടെ 20,000 വോട്ട്. അപ്പം CPM-ന്റെ 20,000 വോട്ട് കുറഞ്ഞു. ഈ 20,000 വോട്ട് പോയിരിക്കുന്നത് UDF-നാണ്. അപ്പോൾ അത് ശരിക്കും സുരേന്ദ്രനെ തോൽപ്പിക്കുക എന്നുള്ളതല്ലായിരുന്നു പ്രഥമ. ശരിക്കും സുരേന്ദ്രനെ തോൽപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് പിണറായിക്ക് CPM കൊടുത്ത പണിയാണ്. പാർട്ടി അത് കേരളത്തിൽ പാലക്കാട് മുതൽ തിരുവനന്തപുരം പാറശാലയിൽ വരെ ഉണ്ടായിരുന്നു. പക്ഷേ അതത് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന പാറശാലയിൽ ഹരീന്ദ്രൻ നായർ ജയിച്ചു. അപ്പോൾ ആ സ്ഥാനാർത്ഥി MLA എന്നുള്ള നിലയിൽ അയാൾ അവിടെ സക്സസ് ആയിരുന്നു. അയാൾ ഒരു 100% വിജയിച്ച ഒരു MLA ആയിരുന്നു. അപ്പോൾ ആ തരത്തിലാണ് അവിടേക്ക് ജയിച്ചു കയറിയത്. അതേപോലെ പല മണ്ഡലങ്ങളിലും. അപ്പോൾ പിണറായിയോടും CPM-ന്റെ പ്രവൃത്തികളോടും ഉള്ള ഒരു വലിയ വൈരാഗ്യം ഇല്ലെങ്കിൽ വലിയൊരു ഭരണവിരുദ്ധ വികാരം തന്നെ പാർട്ടിക്കാർക്കിടയിലും ഒപ്പം തന്നെ പൊതുസമൂഹത്തിലും ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് UDF-ന് ഇത്രയും തിളക്കമാർന്ന ഒരു വിജയം സമ്മാനിച്ചത്. പക്ഷേ അവിടെ BJP-യെ സംബന്ധിച്ചിടത്തോളം തിളക്കമാർന്ന വിജയം, 3 സീറ്റ് തീർച്ചയായും തിളക്കമാർന്ന വിജയമാണ്. അത് സമ്മാനിച്ച പ്രവർത്തകരെ ഒരിക്കലും നമുക്ക് വിലക്കുറച്ച് കാണാൻ കഴിയില്ല. അത് ആ പ്രവർത്തകർ അഹോരാത്രം പണിയെടുത്തിട്ട് തന്നെയാണ്, പാർട്ടി നേതാക്കളും അണികളും പണിയെടുത്തിട്ട് തന്നെയാണ്. പക്ഷേ 3 എന്നുള്ള നമ്പറിലേക്ക് നമ്മളെത്തിയത് അത് അഭിമാനം തന്നെയാണ്. പക്ഷേ BJP ഈ 2026-ൽ 3 സീറ്റാണോ പ്രതീക്ഷ വയ്ക്കേണ്ടത്? 3 സീറ്റാണോ കിട്ടേണ്ടത്? ശരിക്കും പല സർവേയും 3 മുതൽ 5 വരെ, 1 മുതൽ 5 വരെ, 1 മുതൽ 7 വരെ, ഏറ്റവും ഒടുവിൽ വന്ന സർവേ എനിക്ക് തോന്നുന്നു ചാണക്യാണെന്ന് തോന്നുന്നു, ഏതാണ്ട് 13 സീറ്റ് വരെ BJPക്ക് പ്രവചിച്ചു. ചാണക്യാണ് തമിഴ്നാട്ടിൽ ഒരു സർവേയും പറഞ്ഞില്ല TVK 100 സീറ്റ് കിടക്കുമെന്ന്. ചാണക്യ ധൈര്യസമേതം പറഞ്ഞു 100 സീറ്റ് കിടക്കുമെന്ന്. ആരെങ്കിലും പ്രതീക്ഷിച്ചോ? അതേപോലെ BJP ഇവിടെ 13 സീറ്റ് എന്ന് ഒരു സർവേ പറഞ്ഞിട്ടുണ്ട്. സാധ്യതകളുണ്ടായിരുന്നു. ആ സാധ്യതകൾ നമ്മൾ അത് ഗൃഹപാഠം ചെയ്തില്ല. അത് BJP-യുടെ നേതാക്കൾ ഇല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം ജില്ലാ ഘടകമല്ല നോക്കേണ്ട, ഒരു ജില്ലയ്ക്ക് ചുമതലയില്ല. അല്ല, ജില്ലയ്ക്ക് ചുമതലയുണ്ട്, ജില്ലകളിൽ പ്രഭാരിമാരുണ്ട്, ജില്ലകളിൽ സംസ്ഥാന നേതാക്കൾക്ക് ചുമതലയുണ്ട്. പക്ഷേ ഇതിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പല സ്ഥലത്തും അപാകത പറ്റി എന്നുള്ളത് വസ്തുതയാണ്. അത് എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഇവർ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നതിലുള്ള അപാകത. ഇപ്പം ഞാൻ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഒന്ന്, തിരുവനന്തപുരം മണ്ഡലത്തിൽ കുറച്ചുകൂടി നേരത്തെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരുന്നെങ്കിൽ, കരമന ജയനെ നേരത്തെ ഒരു 10 ദിവസം മുന്നേ ആദ്യ പാനലിൽ തന്നെ ജയനെ ഉൾപ്പെടുത്തി വിട്ടിരുന്നെങ്കിൽ ഒരു 10 ദിവസവും കൂടി ജയൻ അവിടെ പ്രവർത്തിക്കാൻ സമയം കിട്ടുമായിരുന്നു. എങ്കിൽ മറിച്ചൊരു റിസൾട്ട് ആയിരുന്നു. കരമന ജയൻ പക്ഷെ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അത് ഔദ്യോഗികമായിട്ട് അറിയിപ്പ് വന്നില്ല. ഇല്ല, ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു 3 മാസം മുമ്പേ ഉണ്ടായിരുന്നു. അല്ല, ജയന് താല്പര്യം ഉണ്ടായിരുന്നിരിക്കാം. കാരണം നമ്മൾ ഈ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ പോകുന്ന സമയത്ത്, അതുമല്ല ജില്ലാ പ്രസിഡന്റായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് ജയനല്ല മറ്റൊരു ചെന്നൈ സെൻട്രൽ എന്ന് പറയുന്നത് പോലെയാണ് തിരുവനന്തപുരം സെൻട്രൽ. അതെ, അങ്ങനെ ഒരു ജയന് താല്പര്യം ഉണ്ടായിരുന്നിരിക്കും, അല്ലെങ്കിൽ ജയനോട് സംസാരിച്ചിട്ടുണ്ടാവാൻ ബന്ധപ്പെട്ടവർ. പക്ഷേ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ ഒരാളിനോട് ഇറങ്ങി വോട്ട് ചോദിക്കാൻ പറ്റൂ? അപ്പോൾ അത് മാത്രമല്ല, അതിനിടയിൽ വേറെ പല പേരുകളും കടന്നു വരുന്നു. ആൾ വരും, ഇയാൾ വരും. ഇങ്ങനത്തെ ഒരു അനിശ്ചിതമായിട്ടുള്ള ഇല്ലെങ്കിൽ ഒരു അനിശ്ചിതാവസ്ഥ അവിടെ ആ മണ്ഡലത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. അവസാന നിമിഷം ജയൻ ചിലപ്പോൾ സ്ഥാനാർത്ഥി ആവൂല എന്ന് വരെ ഏറ്റവും ഒടുവിൽ അവസാനത്തെ 2 ദിവസം എന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റായിട്ട് ഉള്ള ഒരു ഇതായിരുന്നു. ഒടുവിൽ സ്ഥാനാർത്ഥിയെ പക്ഷേ ഒരു 10 ദിവസം മുമ്പേ അവിടെ ജയനെ സ്ഥാനാർത്ഥിയാക്കി അവിടെ ലാൻഡ് ചെയ്യിച്ചിരുന്നുവെങ്കിൽ
ഒരു പക്ഷേ മറിച്ചൊരു റിസൾട്ട് തിരുവനന്തപുരത്ത് ഉണ്ടാകുമായിരുന്നു. കാരണം ഒരു റൗണ്ടിൽ കരമന ജയൻ മുന്നിലായിരുന്നു. അല്ല, പല റൗണ്ടിലും കയറി വന്നു. സി പി ജോൺ മൂന്നാമതായി. അതെ, ഇടത് സ്വതന്ത്രൻ സുധീർ കരമന രണ്ടാമതും മൂന്നാമതായി. മാത്രമല്ല, ഇനി നമുക്ക് വരേണ്ടത് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ആണ്. അത് വെച്ചും കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. BJP കൗൺസിലേഴ്സ്, ഏറ്റവും അധികം കൗൺസിലേഴ്സ് ഉള്ള മണ്ഡലമാണ്. അപ്പം ആ മേഖലയിൽ നമുക്ക് വോട്ട് നഷ്ടം വന്നിട്ടുണ്ടോ? അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? അവിടെ ബൂത്തുകളുടെ പരിശോധിക്കേണ്ടതുണ്ട്, വാർഡുകൾ പരിശോധിക്കേണ്ടതുണ്ട്, ഏത് മേഖലയിൽ നിന്നാണ് നമുക്ക് വോട്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ജയന് മറ്റ് ന്യൂനപക്ഷ മേഖലയിൽ നിന്നും കുറച്ച് വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എവിടെയാണ് വോട്ട് നഷ്ടമായത്? എവിടെയാണ് വോട്ട് നഷ്ടപ്പെട്ടത്? അത് നമ്മൾ പരിശോധിക്കണം. അതുപോലെ എൻ്റെ അറിവിൽ, എനിക്ക് ദീർഘകാലമായിട്ട് ഞാനും യുവമോർച്ച ജില്ലാ പ്രസിഡൻ്റൊക്കെ ആയിരുന്നപ്പോൾ അറിയുന്നതും യുവമോർച്ചയിൽ പ്രവർത്തിക്കുമ്പോൾ അറിയുന്നതാണ് ഗോപൻ. ചെങ്ങന്നൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും ചെങ്ങന്നൂർ വാർഡിൽ മത്സരിച്ച, അതെ, ബ്ലോക്ക് പഞ്ചായത്തിലോ മറ്റോ ആണ്. പക്ഷേ ഗോപൻ നല്ലയാളാണ്. പക്ഷേ ഒരു അസംബ്ലി കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ ഇതാരാണ് എന്താണെന്ന് എനിക്കറിയില്ല. അവിടെ സന്ദീപ് ബജസ്പതിയുടെ പേരായിരുന്നു അവിടെ വന്നിരുന്നത്. ഒരു പക്ഷേ സന്ദീപ് ബജസ്പതി ആയിരുന്നുവെങ്കിൽ റിസൾട്ട് ഇതല്ല. നമ്മളൊന്ന് ആലോചിച്ചു, ഹരിപ്പാട് 19,000 വോട്ടുണ്ടായിരുന്ന മണ്ഡലത്തിൽ പോയിട്ട് അയാൾ 15 ദിവസം കൊണ്ട് മാജിക് കാണിച്ചിരിക്കുക. അപ്പം വോട്ട്, പബ്ലിക്കിൽ നിന്ന് വോട്ട് വാങ്ങാൻ അറിയുന്ന നേതാക്കൾ, കരിസ്മാറ്റിക് ആയിട്ടുള്ള, നല്ല പവർഫുൾ ആയിട്ടുള്ള, വോട്ട് ആകർഷിക്കാൻ ശേഷിയുള്ള നേതാക്കന്മാർ നമ്മളുണ്ട്. അവരെ പ്ലേസ് ചെയ്യേണ്ടടുത്ത് പ്ലേസ് ചെയ്യണം. അതെ, ആ പ്ലേസ് ചെയ്യുന്നതിലുള്ള ഒരിതാണ്. ഒരു പക്ഷേ ഹരിപ്പാട് 35,000 വോട്ട് കിട്ടി. ഹരിപ്പാടിന് എന്ത് സംഭവിച്ചാലും ജയിക്കില്ല എന്നറിയാം. ഇതേ സന്ദീപ് ബജസ്പതിയെ ആണ് ആദ്യം അവിടെ സ്ഥാനാർത്ഥി പട്ടികയിലൊക്കെ ഉണ്ടായിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സന്ദീപ് ബജസ്പതി ചെങ്ങന്നൂരായിരുന്നെങ്കിൽ റിസൾട്ട് ഇതല്ല. അപ്പോൾ ഇങ്ങനെ കേരളത്തിലുടനീളം ഘടകകക്ഷികൾക്ക്, നേരത്തെ പറഞ്ഞില്ലേ, ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തതിലുള്ള ഒരുപാട് BDSന്റെ വോട്ട് ശതമാനം കൂടിയെങ്കിലും അല്ല, പൊതുവായി വോട്ടിംഗ് ശതമാനം കൂടി എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അതിന്റെ ഇനി ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകളൊക്കെ വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കൂ. പക്ഷേ എന്നാലും വോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വോട്ട് കൂടി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പം ജയിച്ച മണ്ഡലങ്ങളും അല്ല മറ്റ് മണ്ഡലങ്ങളും സെക്കൻഡ് വന്ന മണ്ഡലങ്ങളും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ പഴയ കാലത്തെ പേപ്പർ കട്ടിങ്ങും ഒക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ നമുക്കറിയാമല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പല സ്ഥലത്തും വോട്ട് കുറയാനാണ് സാധ്യത. പക്ഷേ 8 മണ്ഡലത്തിൽ എന്തോ ആണ് നമുക്കിപ്പോൾ 2ാം സ്ഥാനത്ത് തോന്നുന്നത്. പക്ഷേ നമ്മൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എത്ര മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത്? അതെ, 2ാം സ്ഥാനത്ത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് 8 മണ്ഡലങ്ങളിൽ മാത്രമാണ് നമ്മൾ വളരെ മുന്നൊരുക്കത്തോടു കൂടി പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വളരെയധികം, നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി വന്നതിന് ശേഷം അദ്ദേഹം വളരെ രായും പകലും, രാത്രി എന്നില്ലാതെ പകലെന്നില്ലാതെ പകലിനെ രാത്രിയാക്കിക്കൊണ്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 8ഉം കിട്ടിയ 3ഉം കൂടി ചേർക്കുമ്പോൾ 13-ന് അതാണ്. അല്ല, അവിടെയാണ് എവിടെയൊക്കെയാണ് നമുക്ക് പരാജയം സംഭവിച്ചത്. ഇപ്പം കേരളത്തിലെ പല പ്രധാന മണ്ഡലങ്ങളിലും BJPക്ക് ഏതാണ്ട് 30,000-35,000 വോട്ട് കിട്ടുന്ന ധാരാളം മണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെ ഒരു പാൻ കേരള പാർട്ടിയായിട്ടൊന്നും 2020 ഒന്നും അങ്ങ് വന്നിട്ടൊന്നുമില്ല. ഒരു എറണാകുളത്ത് ഒരു പ്രാദേശിക മേഖലയിൽ പിന്നെ ഒരു സഭയുടെ പിന്തുണയൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഈ പറഞ്ഞതുപോലെ അവർക്ക് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ സീറ്റ് കൊടുത്ത് BJPയുടെ സപ്പോർട്ട് കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവിടെയും ഇത് വരും. ഇത് മാത്രമല്ല, ആരിക്കൊരു സീറ്റ് അവരും പ്ലാനിങ് ഇല്ലാതെ ഒരു സ്ഥാനാർത്ഥികളെ കാണാതെ അവർ സീറ്റ് കിട്ടി ഇതെന്ത് ചെയ്യും? അവർക്ക് ഒരു പ്രസൻറ്റബിൾ ആയിട്ടുള്ള സ്ഥാനാർത്ഥികൾ അവർക്ക് വേണ്ടേ? ഈ കിണറ്റിലുള്ളതിലെ പാളയിൽ കയറൂ എന്ന് പറഞ്ഞതുപോലെ അവർ പ്രതീക്ഷിക്കാതെ 20 സീറ്റ് കിട്ടി. ഈ 20 സീറ്റിൽ പ്രധാനപ്പെട്ട ഇതാരെ മത്സരിപ്പിക്കും? അവർ അവസാനം വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരെയൊക്കെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അതെ, അപ്പോൾ അത് പൊതുസമൂഹം കാണുകയല്ലേ. നമ്മൾ തെരഞ്ഞെടുപ്പിനെ സീരിയസ് ആയിട്ടാണോ കാണുന്നത്? നമ്മൾ തെരഞ്ഞെടുപ്പിനെ ഏത് തരത്തിലാണ് കാണുന്നത്? ഇതൊരു പൊതുസമൂഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വാരിക്കോരി ഇങ്ങനെ സീറ്റുകൾ കൊടുത്തപ്പോൾ ശരിക്കും കേരളത്തിലെ BJPക്ക് വോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നൊരു വലിയൊരു സമൂഹമുണ്ട്. ആ സമൂഹം അവർ ജയിക്കാൻ വേണ്ടിയല്ല നിൽക്കുന്നത്, അവർ വോട്ട് കൂട്ടാൻ വേണ്ടി നിൽക്കണം. ഇപ്പം നമുക്കെന്തായാലും പിണറായി ഇറക്കണം, ഇടതുപക്ഷത്തിനെ പുറത്താക്കണം. അത് മതി. അതെ, അതിനൊരു ഓപ്ഷൻ, അതിനൊരു ഓപ്ഷൻ റെമഡി UDF അല്ലേ ഉള്ളൂ. അല്ല, UDFനോടുള്ള താല്പര്യം കേരള പൊതുസമൂഹം എനിക്ക് തോന്നുന്നൊരു 2-3 മാസം കഴിയുമ്പോൾ തന്നെ അവർക്കത് മനസ്സിലാവും. UDFനെ ഇറക്കണം എന്നുള്ള ചിന്ത ഈ കയറ്റിയവർക്ക് തന്നെ വന്നോളും. കാരണം അതാണ് നമുക്കിപ്പോൾ ഇന്നലെ മുതൽ തന്നെ കാണാൻ സാധിക്കും. അവരുടെ പാറ്റേൺ അങ്ങനെയാണ്. ഒരു
അവിടെ മറ്റേ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആയിരുന്നുള്ള തർക്കം തുടങ്ങിയിട്ടുണ്ട് അവർ. ഈ അതുകൊണ്ട് UDF-ൽ വലിയ തോതിലുള്ളൊരു അല്ല, അത് ഒരു ഐക്യം ശരിക്കും ഇന്നലെ തന്നെ അവർ വോട്ട് ചെയ്തവരെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് അവരുടെ ഭാഗത്തു നിന്ന് കാണുന്നത്. KPC ഓഫീസിൻ്റെ മുന്നിലൊക്കെ നമ്മൾ കണ്ടില്ലേ, ഒരു വിഭാഗം KC വേണുഗോപാലിൻ്റെ വലിയ ഹോർഡിങ്ങുമായിട്ട് വരും, മറ്റൊരു വിഭാഗം VD സതീശൻ്റെ ഹോർഡിങ്ങുമായിട്ട് വരുന്നു. അവസാനം എനിക്ക് തോന്നുന്നു അവസാനം ഈ മനോരമയിലെ ഷാനി പ്രഭാകരൻ, അത് കോൺഗ്രസിൻ്റെ നാവാണല്ലോ ഷാനി തന്നെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കോൺഗ്രസ്സുകാരാ നിങ്ങൾ ദയവ് ചെയ്ത് വോട്ട് ചെയ്തവരെ വിഡ്ഢികളാക്കരുത്. അവർ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഓപ്പണായിട്ട്, നിങ്ങൾ ഈ വോട്ട് ചെയ്തവരെ വിഡ്ഢികളാക്കാതിരിക്കും, നേതാക്കന്മാരത് ശ്രദ്ധിക്കൂ ഇന്നൊരു ദിവസമെങ്കിലും എന്ന് ഇന്നലത്തെ ദിവസം ഷാനി പ്രഭാകരൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് ഈ ഒരു 3 മാസം കൊണ്ട് തന്നെ അവർ അൺപോപ്പുലർ ആവും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ നമ്മൾ ഇന്ന് കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ സാധ്യതകൾ ധാരാളമായിരുന്നു BJPക്ക്. ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ ഇതോടനുബന്ധിച്ച് നടന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ, ബംഗാൾ ഏറ്റവും ഒരുപക്ഷെ നമ്മളുമൊക്കെ ഏറ്റവും കൂടുതൽ ചാനലിൻ്റെ മുമ്പ് ശ്രദ്ധിച്ചിരുന്ന ബംഗാൾ എന്നാണ്. കേരളം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ എത്ര സീറ്റ് കിട്ടുമെന്നുള്ളതേ ഉള്ളൂ, ഭരണം പിടിക്കുമെന്നല്ല. അവിടെ ഭരണം പിടിക്കും. ഈ തരത്തിലാണ് നമ്മൾ ശരിക്കും വാർത്ത ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ ആസാം ശരിക്കും 3-ാം തവണയും നമ്മൾ വളരെ, അതായത് ഓരോ തവണയും അവിടെ മാർജിൻ കൂട്ടി വന്നു. അതെ, ഇപ്പം 3-ൽ 2 ഭൂരിപക്ഷമായി, 102 സീറ്റായി. അപ്പം ഇനി ശരിക്കും ആസാമൊന്നും BJPയുടെ ഉരുക്ക് കോട്ടകളായി മാറി. ഇപ്പം മുമ്പ് പറയുന്നത് എന്താ, ഗുജറാത്ത് എന്ന്, ഇപ്പോൾ ഒരു ഗുജറാത്താണോ? ഇന്ത്യയിലെ ഏതാണ്ട് 20 സംസ്ഥാനങ്ങൾ ഗുജറാത്ത് പോലെ ആയില്ലേ? അതിപ്പോൾ ആസാം 3-ാമത്തെ തിരഞ്ഞെടുപ്പിലാണ്. ത്രിപുര 2 തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞു. ഇനി ബംഗാൾ ഇനി BJPക്ക് വഴങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിന് അവിടെ ഞാൻ ശരിക്കും ഈ ചാനൽ ഈ ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ്. അവിടെ ശരിക്കും മോദിജിയും അമിത്ഷാജിയുടെ ഒക്കെ സപ്പോർട്ടും, ഇല്ലെങ്കിൽ അവരുടെയും നമ്മുടെ കേന്ദ്ര സേന, പോലീസ് സേനയുടെയും ഒക്കെ ശരിക്കും കഴിഞ്ഞ ഒരു 5-6 തിരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഒരു 10 തിരഞ്ഞെടുപ്പ് എടുത്താൽ ഈ ഒരു മരണം പോലും ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കടന്നുപോയ ദിവസമായിരുന്നു ഇതെന്ന് സാധാരണക്കാർ പോലും ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടാവും. ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2026 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന്. അപ്പോൾ അത്രയും സുതാര്യവും വളരെ നിർഭയമായി ജനങ്ങൾക്കിറങ്ങി വോട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരുന്നു കേന്ദ്രസേനയെ അവിടെ വിന്യസിച്ചിരുന്നത്. കേന്ദ്രസേനയെ അങ്ങനെ വിന്യസിച്ചപ്പോഴും ജനങ്ങൾക്ക് പ്രതീക്ഷ കൊടുത്ത് സുവേന്ദു അധികാരി എല്ലാ തലത്തിലും, അതായത് പുലിയെ മാടത്തിൽ പോയി പിടിക്കണം എന്നതുപോലെ മമതാ ബാനർജിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ പരാജയപ്പെടുത്തി അവർ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥാനാർത്ഥിയെ രാജിവെപ്പിച്ചാണ് അവർ മുഖ്യമന്ത്രിയായത് ഭവാനിപ്പൂരിൽ. അതവർ സ്വന്തം മണ്ഡലമാണ്. ആ ഭവാനിപ്പൂരിൽ ഞാൻ മത്സരിക്കും. അപ്പോൾ ജനങ്ങൾക്ക് കുറച്ചുകൂടി ഒരു വിശ്വാസ്യത വന്നു. ആ സുവേന്ദു അധികാരി അവിടെ ജനങ്ങൾക്കൊപ്പം ഇറങ്ങി നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് വസ്തുത. ജനങ്ങൾക്കൊപ്പം മമതാ ബാനർജിയുടെ ഭരണ കോട്ടങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് നിർഭയമായി രാത്രിയോ പകലോ സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന സ്ഥലത്ത്, സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലാതിരുന്ന സ്ഥലത്ത്, അക്കാഡമിക്കലി കോളേജ് സ്റ്റുഡൻസിന്, പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വമില്ലായിരുന്ന സ്ഥലത്ത് ഇതൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ടാണ് അവിടെ BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് പറഞ്ഞതും വളരെ ശക്തമായ ഭാഷയിൽ സുവേന്ദു അധികാരിയായിരുന്നു. മമതയെ തോൽപ്പിക്കുകയും ചെയ്തു. അതെ, മമതയെ 15,000 വോട്ടിന് തോൽപ്പിച്ചു. ഇന്ന് ബംഗാളിൽ ഏതാണ്ട് ഇതേപോലെ 3-ൽ 2 ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിൽ വന്നു. പിന്നെ തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ ഒരു ഓളത്തിൽ TVK അധികാരത്തിൽ വന്നു. ഇല്ലെങ്കിൽ ഒരുപക്ഷെ മറിച്ച് ADMK BJP സഖ്യം ആയിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പോൾ അവിടെ ഒഴിച്ചാൽ ബാക്കി ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, എനിക്ക് തോന്നുന്നു തെലങ്കാന, ആന്ധ്രാപ്രദേശിൽ നമ്മളെ ഘടകകക്ഷിയാണ് ഭരിക്കുന്നത്. തെലങ്കാന അടുത്ത തിരഞ്ഞെടുപ്പിൽ റിസൾട്ട് മറിച്ചായിരിക്കും. കർണാടക പിന്നെ നമ്മൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉറപ്പായും BJP അധികാരത്തിൽ വരുന്ന സംസ്ഥാനമാണ്, തിരിച്ചു പിടിക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ പിന്നെ ഇവർ സൗത്ത് കട്ട് ഒക്കെ പറഞ്ഞ സ്റ്റാലിൻ ഇല്ല. BJPയെ എതിർത്തിരുന്ന 3 പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരില്ല. കേൾക്കുന്നത് NDAക്കാണ് ഏറ്റവും തമിഴ്നാട്ടിലെ വിജയം ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയിരിക്കുന്ന NDAക്കാണെന്ന് പറഞ്ഞു. കാരണം ലോക്സഭയിൽ DMKയുടെ MP-മാരെല്ലാം 22 MP-മാരും കൂട്ടത്തോടെ NDA മുന്നിലേക്ക് ചേരുന്നു. ഇവിടെയും കൂട്ടത്തോടെ ഒരു മുന്നണിയുടെ ഭാഗമാകാൻ തീരുമാനിക്കണം. തൂക്ക് മന്ത്രിസഭയാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ നിൽക്കുന്നത്. വിജയന് കണ്ടൊരു 10 MLA-മാരുടെ കുറവുണ്ട്. ഇപ്പോഴും 10-12 MLA-മാരുടെ കുറവുണ്ട്. അപ്പോൾ തൂക്ക് മന്ത്രിസഭയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കേന്ദ്രത്തിനൊരു
ഗോൾ അടിച്ചതുപോലത്തെ ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും അതൊക്കെ അപ്പൊ അങ്ങനെ ഇതൊക്കെ രാഷ്ട്രീയമായി എങ്ങനെയാണോ ഗുണം ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഇതൊക്കെ ഇന്നലെ വോട്ടെടുപ്പ് നടന്ന അല്ലെങ്കിൽ ഇന്നലെ വോട്ടെണ്ണൽ നടന്ന മറ്റ് അന്യ സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ. ഇത്രയും എനർജറ്റിക് ആയിട്ട് ആ സംസ്ഥാനങ്ങളിലെല്ലാം ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഊർജിതമായ ശ്രമങ്ങൾ നടക്കുന്നു. ഇവിടെ സംസ്ഥാന അധ്യക്ഷനടക്കം ഇറങ്ങി മത്സരിച്ചു, അദ്ദേഹം ജയിച്ചു, 2 പേർ കൂടെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും, കാരണം ഔദ്യോഗികമായിട്ട് ഈ 3 MLA-മാരും പ്രതിപക്ഷത്താണ് ഔദ്യോഗികമായിട്ട്. കാരണം നിയമസഭയിൽ അവരുടെ ശബ്ദവും ഉയർന്നു നിൽക്കും. അവർ LDF എന്ന പ്രതിപക്ഷത്തിനൊപ്പമല്ല, അവർ വേറൊരു ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ സ്വന്തം നിലയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശം, ചോദ്യം ഉന്നയിക്കാം, സമയം അധികം കിട്ടും. അതെ, നാഷണൽ പാർട്ടി എന്നുള്ള ഒരു ഇതുണ്ട്, പിന്നെ 3 MLA-മാരുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് എല്ലാത്തിനും സഭയ്ക്കുള്ളിൽ 100% നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കാൻ നമുക്ക് സമയമുണ്ടാവും, സാധിക്കുകയും ചെയ്യും. അപ്പം അവിടെ നന്നായി അവതരിപ്പിക്കാൻ പറ്റിയ ആളുകൾ തന്നെയാണ് നമുക്കറിയാം. പാർലമെന്ററി പൊളിറ്റിക്സിൽ അവർ 2 പേരും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്നു. അല്ല, മുരളിയേട്ടനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കഴിവുകൾ അത്തരത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ആൾ തന്നെയാണ്. രാജീവ് ജിയും അത് തന്നെയാണ്. നമുക്കറിയാലോ, ഈ കഴിഞ്ഞ രാജീവ് ജി ആണല്ലോ മറ്റേ കേന്ദ്ര IT സഹമന്ത്രിയായിരുന്നു. ഗൂഗിളിനെ വരെ വിരട്ടി നിർത്തിയാണ്. അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമുകളെ പോലും, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ വിരട്ടി പറ്റുമെങ്കിൽ ഇന്ത്യയിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞൊരു കരുത്തായ നിലപാടായിരുന്നു. ഇന്ത്യയുടെ IT മിനിസ്റ്റർ എന്ന് പറയുന്ന ലോകം അറിഞ്ഞത് രാജീവ് ചന്ദ്രശേഖർജി വന്നപ്പോൾ. അപ്പോൾ അതുപോലെ തന്നെയാണ് വിദേശകാര്യ സഹമന്ത്രി ആയിരുന്നപ്പോൾ V മുരളീധരനും. അതെ. അപ്പോൾ അതുകൊണ്ട് ഇവർ 2 പേരും സഭയ്ക്കുള്ളിലുള്ളപ്പോൾ ശരിക്കും ഗോപകുമാർജിയെയും കുറച്ച് നമുക്ക് കാണേണ്ടതില്ല. അദ്ദേഹവും കഴിവും പരിണിത പ്രജ്ഞനും ഒക്കെ ആണല്ലോ കഴിഞ്ഞ 15 വർഷമായി ജനങ്ങൾക്കിടയിൽ നിൽക്കുകയില്ല. അപ്പോൾ ജനങ്ങളുടെ വികാരം തീർച്ചയായും അത് നിയമസഭയ്ക്കുള്ളിൽ പ്രതിഫലിപ്പിക്കാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിനും സാധിക്കും. അപ്പം അത് ശരിക്കും പാർട്ടിയുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ, സപ്പോർട്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഉണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ മുന്നേറ്റം. ഇനിയാണ് എൻ്റെ ഒരു ചോദ്യം. ഈ ഒരു 3 പേർ നിയമസഭയിലുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള 5 വർഷം പ്രതിപക്ഷം എന്ന നിലയിൽ ഈ 3 പേർ സഭയ്ക്കുള്ളിൽ നടത്തുന്ന ആ പ്രതിഷേധ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാടിലുള്ള എതിർപ്പ്, ഔദ്യോഗിക പ്രതിപക്ഷത്തോടുള്ള എതിർപ്പ്, അതിനെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം, ഓരോ മണ്ഡലങ്ങളിലേക്കും എത്തിക്കാം, അതിനെങ്ങനെ 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും അതിനെങ്ങനെ വോട്ടായി ക്യാഷ് ചെയ്യാൻ പറ്റുമെന്ന് ഇനിയെങ്കിലും BJPക്ക് ചിന്തിച്ചുകൂടെ? BJPയുടെ നേതൃത്വം ചിന്തിക്കേണ്ട കാര്യമാണ്. തീർച്ചയായും അത് ചിന്തിക്കാതിരിക്കില്ല. BJPയുടെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ തന്നെ വളരെ ഗൗരവത്തോടെ ശരിക്കും ഇനി പ്രതിപക്ഷം എന്നുള്ള ഔദ്യോഗിക, നേരത്തെ നമ്മൾ പ്രതിപക്ഷത്താണെങ്കിലും നിയമസഭാ പ്രാതിനിധ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഔദ്യോഗിക പ്രതിപക്ഷം എന്നുള്ളൊരു വാക്കില്ലല്ലോ. ഇപ്പം ശരിക്കും നമ്മൾ ഔദ്യോഗിക പ്രതിപക്ഷം തന്നെയാണല്ലോ. ഒരു ബ്ലോക്ക്, സെപ്പറേറ്റ് ഒരു ബ്ലോക്കാണ്, നമ്മൾ ഔദ്യോഗിക പ്രതിപക്ഷമാണ്. അപ്പം ഒരു പക്ഷേ ഇനി ജനം പ്രതീക്ഷ വയ്ക്കുന്നത് BJP എന്ന പ്രതിപക്ഷത്തെ ആയിരിക്കും. അതെ, BJP എന്ത് പറയുന്നു, വളർന്നു വരുന്നൊരു പ്രതിപക്ഷം. അതെ, തീർച്ചയായിട്ടും 2031 തെരഞ്ഞെടുപ്പിൽ BJP തന്നെയായിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത്. അതിനകത്ത് എനിക്ക് തർക്കമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം BJP കേരളത്തിൽ വളരുന്ന ഒരു പാർട്ടി BJP തന്നെയാണ്. അപ്പോഴും ഈ കാട്ടാക്കട പോലെ സ്ഥിരം എല്ലാ മത്സരങ്ങളിലും എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്ന സ്ഥിരം സ്ഥാനാർത്ഥികളെ വീണ്ടും പരീക്ഷിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടാവും? ഇനി അതിൽ വലിയ കാര്യമില്ല. കാരണം വോട്ട് വളരെ ഒരു ഫെമിലിയർ ഫേസ്, ആ മുഖത്തോട് ഒരു അവജ്ഞ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഈ സ്ഥിരം ഫേസ്, അത് എല്ലാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു രീതി, അത് എനിക്ക് തോന്നുന്നു അവരൊക്കെ സ്വയം ഇനി മാറിക്കൊടുക്കണം എന്നുള്ളതാണ്. ചെറുപ്പക്കാർക്ക് താണ്ട ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ കോൺഗ്രസ് മറ്റേ അടികൊണ്ട മറ്റേ ചെടിച്ചട്ടിക്ക് പൂച്ചട്ടി എടുത്തിട്ട് രക്ഷിച്ച ഒരു സംവിധാനം ഉണ്ടല്ലോ, രക്ഷാപ്രവർത്തനം. ആ രക്ഷാപ്രവർത്തനം നടത്തിയ പയ്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ എന്തോ പ്രാദേശികമായ നേതാവാണ്. ഇന്ന് ടിക്കറ്റ് കൊടുത്തു, മത്സരിച്ചു, ജയിച്ചു. അതാണ് ജനത്തിന്റെ സ്വീകാര്യത എന്ന് പറയുന്നത്. അപ്പം ഇവിടെയും ഉണ്ടല്ലോ യുവമോർച്ചയും, ധാരാളം പേരുണ്ട്. അപ്പോൾ അത്തരത്തിൽ ശരിക്കും ഇനി വലിയ ഒരു 10-15 തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച ആളുകളെ ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പാർട്ടി രംഗത്തേക്ക് സജീവമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പുതിയ ആൾക്കാരെ, ധാരാളം കഴിവുള്ളവരുണ്ട്, ഇപ്പം ധാരാളമുണ്ട്. ഇപ്പം നെടുമങ്ങാട് മത്സരിച്ച യുവരാജ് ഗോകുൽ നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു. അവിടെ നല്ല പെർഫോമറുമായി നല്ല പെർഫോം ചെയ്തു, നല്ല വോട്ട് പിടിച്ചു. അതൊരു ഭാവിക്കൊരു മുതൽക്കൂട്ടം. അതെ, അതൊക്കെ മുതൽക്കൂട്ടാ. അപ്പോൾ അതേപോലെ ധാരാളം പേരുണ്ട് BJPയിൽ, ധാരാളം പേര്, നിരവധി ആളുകളുണ്ട്. അത്തരത്തിലുള്ള നിരവധി ആളുകൾ അതത് ജില്ലകളിൽ തന്നെ ധാരാളം പേരുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ പാർട്ടി പരിശോധിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവസാനമായിട്ട്
നമ്മൾ ഈ വട്ടിയൂർക്കാവിൽ ഒരു ടൈറ്റ് മത്സരം കണ്ടത് ത്രികോണ മത്സരം എന്നാണ് ആദ്യമേ പറഞ്ഞത്. പക്ഷേ വോട്ടെണ്ണൽ ദിവസം നമുക്ക് മനസ്സിലായി ആ ത്രികോണമല്ല, കെ മുരളീധരനും LDF സ്ഥാനാർത്ഥിയും തമ്മിലുള്ള മത്സരമായിരുന്നെന്ന്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു. ത്രികോണം എന്നത് അവിടെ ഇല്ലാതായിപ്പോയി അല്ലേ. ശോഭാ സുരേന്ദ്രനെങ്കിലും ഇവിടെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അതുപോലെ താരമൂല്യമുള്ള ശശികല ടീച്ചറെ പോലുള്ളൊരു സ്ഥാനാർത്ഥിയെ ഇവിടെ നിർത്തിയിരുന്നെങ്കിൽ, യഥാർത്ഥത്തിൽ അവരെല്ലാം ഫേസ്ബുക്കിൽ കിടന്ന് മറ്റുള്ളവരുടെ സൈബർ അക്രമികളുടെയൊക്കെ തെറിവിളി ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ജീവിതങ്ങളാണ്. തീർച്ചയായും ഇവരൊക്കെയാണ് നേതാക്കന്മാർ അല്ലേ. ഇവരൊക്കെയാണ് ഇപ്പോൾ ഈ ശോഭാ സുരേന്ദ്രനെ പോലുള്ളവരെ വട്ടിയൂർക്കാവ് അടക്കമുള്ള തന്ത്രപ്രധാനമായ നിയമം പോലെ തന്നെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ നിർത്തിയിരുന്നെങ്കിൽ ഒരു 2-3 സീറ്റെങ്കിലും കൂടുതൽ കിട്ടില്ല. തീർച്ചയായിട്ടും അതിനകത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഹിന്ദു ഫേസ് RV ബാബു, ശശികല ടീച്ചർ, ഇങ്ങനെ വേറെയും 2-3 ചിദാനന്ദപുരി, ഇനി വേറെയും 2-3 പേരുണ്ട് ഇപ്പോൾ നല്ല സജീവമായി ഹിന്ദു ശബ്ദമായി നല്ല സോഷ്യൽ മീഡിയയിലായാലും ചാനലുകളിലായാലും ഒക്കെ നിൽക്കുന്ന അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ ശരിക്കും അവരെയൊക്കെ പ്ലേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഞാൻ ഇതിനു മുമ്പൊരു ഇൻ്റർവ്യൂവിൽ ഭാരത് ലൈവിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു വട്ടിയൂർക്കാവിലെ വിശേഷം. അപ്പോൾ അത് കാരണം വട്ടിയൂർക്കാവിലൊക്കെ പല സ്ഥലത്തും ആ തരത്തിലൊരു വർക്കും മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. ചില സ്ഥലത്ത് വീഴ്ചകൾ ധാരാളമുണ്ട്, പല സ്ഥലത്തും ഉണ്ട്. സ്ഥാനാർത്ഥി ഒരു ബ്യൂറോക്രാറ്റ് ആയതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി, ഒരുപാട് വീഴ്ചയുണ്ട്. ആ വീഴ്ചകൾ പരിഹരിക്കാൻ സാധിച്ചിരുന്നില്ല, അതിൻ്റെ ഇതായിരിക്കും. പക്ഷേ വട്ടിയൂർക്കാവൊക്കെ എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞതുപോലെ ശശികല ടീച്ചർ, RV ബാബു, ഇങ്ങനെ ഒരു ഹിന്ദു ഫേസായിട്ട് നമ്മൾ ഈ മതേതരത്വം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മതേതരത്വം ഹിന്ദുത്വം തന്നെയാണ് ശരിക്കും അതെ, ഹിന്ദുത്വം തന്നെയാണ് മതേതരത്വം. അതെ. അപ്പം പറയേണ്ട കാര്യങ്ങൾ ഉറച്ച ശബ്ദത്തിൽ പറയുന്ന ആളുകളെ എന്തിനാ നമുക്കിപ്പം വത്സ്യൻ തില്ലിയങ്കേരി എവിടെ നിന്നാലും ഒരു ഓളം ഉണ്ടാക്കും, ഒരു വിന്നിങ്. നമ്മുടെ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും എന്താ ഓളം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. സംഘവർക്കിലാണ്. അപ്പോൾ അദ്ദേഹം അത് RSS ഒക്കെ നിശ്ചയിക്കേണ്ട കാര്യങ്ങളാണ്. അല്ല, എൻ്റെ മനസ്സിലെ ആഗ്രഹം, ഒരു വ്യക്തി എന്നുള്ളതിൽ എൻ്റെ മനസ്സിലെ ഒരാഗ്രഹം പ്രകടിപ്പിച്ചു. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാമല്ലോ. അപ്പം അങ്ങനെ ഈ പറയുന്ന ആളുകൾ ഇവരൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചില മണ്ഡലങ്ങളിൽ നമുക്കത് ചെങ്ങന്നൂർ പോലുള്ള വട്ടിയൂർക്കാവ് പോലുള്ള മണ്ഡലങ്ങളിൽ, കാരണം മറ്റ് മതന്യൂനപക്ഷങ്ങൾ അധികമില്ലാത്ത ഹിന്ദുത്വം മാത്രം പറഞ്ഞ് വോട്ട് നമുക്ക് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെ അത്തരത്തിൽ നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ റിസൾട്ട് ഒന്ന് മാറ്റാമായിരുന്നു. അപ്പോൾ ഇനിയെങ്കിലും അത് സംഘത്തിൻ്റെ മുതിർന്ന കാര്യകർത്താക്കളുമൊക്കെ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനി 5 വർഷം ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ ചിന്തിച്ചിട്ട് ആ തരത്തിൽ നമ്മൾ അതെ ഈ പള്ളി അരമനകളിൽ ഇപ്പോൾ അവർ തന്നെ പറയുന്നു അരമന നിരങ്ങികളാണ് BJP നേതാക്കളെന്ന്. വളരെ പുച്ഛത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ രാജീവ് ജിയൊക്കെ ഇടുന്നത്. കാണുമ്പോൾ നമുക്കൊരു പ്രയാസമുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതൊന്നും അതിന് പോകാതിരിക്കാനും പറ്റില്ല, ചെന്നില്ലെന്ന് പറയും. അതെ, ആ തരത്തിലുള്ള ഒരു പള്ളി നിരങ്ങൽ എന്നുള്ള പദപ്രയോഗം അവരെ കൊണ്ട് നിർത്തിക്കണം. അതെ, നമുക്കിപ്പോൾ മറ്റ് സമൂഹങ്ങളിൽ എന്ന പോലെ തന്നെ നമുക്ക് എല്ലാവരെയും, ഇപ്പം നമ്മൾ ഈ പറഞ്ഞവരാരും ഇവിടെ മതസ്ഥാപനങ്ങൾ ഇപ്പോൾ NSSൻ്റെ ആസ്ഥാനത്ത് വളരെ കുറച്ച് മാത്രമേ പോകാറുള്ളൂ, വലിയ നേതാക്കളൊന്നും പോകാറില്ല. അതെ. അപ്പോൾ അതേപോലെ NSSൻ്റെ ആയാലും SNDPയുടെ ആയാലും മറ്റേ ധീവര സഭയുണ്ട്, പിന്നെ ഒക്കെ മറ്റേ SC/ST അവരുടെ ഒരു ഇതുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ അവരെയും കാണണം, ഈ കാണുന്നത് പോലെ തന്നെ അവരെയും കാണണം. അപ്പോൾ അതിൽ ഹിന്ദു ഏകീകരണത്തിന് മുൻതൂക്കം കൊടുക്കണം, അവർ ക്രൈസ്തവ ഏകീകരണത്തിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇടയലേഖനം വന്നു കഴിഞ്ഞാൽ ആ ഇടയലേഖനത്തിനനുസരിച്ചിട്ടാണ് വോട്ട് മറിയുന്നത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് തന്നെ അരുവിക്കര മണ്ഡലം കാരണം ഈ ഇത്രയും വികാരം ഉണ്ടായിട്ടും അവിടുത്തെ UDF സ്ഥാനാർത്ഥി VS ശിവകുമാർ തോറ്റു, മുൻ മന്ത്രിയുമാണ് അദ്ദേഹം. ശരിക്കും അദ്ദേഹം തോക്കുന്ന കാൻഡിഡേറ്റ് അല്ല, തോക്കേണ്ടതുമല്ല. അവിടെ എന്താ സംഭവിച്ചത്? ഈ UDFൻ്റെ ഒരു ഇടവക പ്രതിനിധിക്ക് നമ്മുടെ അതിർത്തി ഒരു സീറ്റ് പ്രദീപ് അവിടെ ജയിച്ചു. അയാളവിടെ ജയിച്ചു, പ്രവീൺ കോൺഗ്രസിനകത്ത് ജയിച്ചു, വിളവങ്കോട്. അപ്പോൾ അന്ന് അവരൊരു കരാറുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഇവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ വോട്ട് ചെയ്യും. പക്ഷെ അവരന്ന് എടുത്തു പറഞ്ഞത് ഒരു മണ്ഡലം സ്റ്റീഫനെ ജയിപ്പിക്കുന്ന
IB സതീഷിന് വോട്ട് ചെയ്യില്ലെന്നും പറഞ്ഞു. സംഭവിച്ചത് കൃത്യമായി നടന്നു. IB സതീഷിന് ഞങ്ങൾ കാട്ടാക്കട വോട്ട് ചെയ്യത്തില്ല. അതേസമയം അരുവിക്കരയിൽ ഞങ്ങൾ സ്റ്റീഫൻ വോട്ട് ചെയ്യും. അപ്പോൾ കാട്ടാക്കട പക്ഷെ നെയ്യാറ്റിങ്കര അവർ രണ്ടും പറഞ്ഞു ശക്തന് വോട്ട് ചെയ്യും. അല്ല, ശക്തൻ വേണം, മറ്റേ ആളും വേണം. അത് മനസാക്ഷി വോട്ട്. ശക്തൻ ജയിച്ചു. അവർ അവിടെ മനസാക്ഷി വോട്ടിന് ആഹ്വാനം ചെയ്തു. അപ്പം ശരിക്കും ഇടയിലേഖനം ഇറങ്ങിയത് അരുവിക്കര മാത്രം. അരുവിക്കരയും കാട്ടാക്കടയോ അതെ, അതിലൊന്ന് LDF തോറ്റു, ഒന്ന് UDF തോറ്റു. അപ്പോൾ ഈ തരത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ഇടവക തീരുമാനങ്ങൾ, അവരുടെ ഇടയലേഖനം ഇറങ്ങുന്നത്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മുടെ ആളുകൾ ഇവരുടെ പള്ളി അരമനകളിൽ പോയി അവർ വന്നിരുന്നു, സംസാരിച്ചു. ശരി, ഞങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യും, പള്ളിയിൽ പറയും, അത് പറയും. അപ്പോൾ ഇത് യാതൊരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. ഒരിക്കലും അതിൻ്റെ നോർമലി നമ്മൾ ഏതൊരാളിനോടും വോട്ട് ചോദിക്കുന്ന മാതൃകയിൽ മാത്രം അവരെ കൈകാര്യം ചെയ്താൽ മതി. എല്ലാവരോടും, ഒരു പൊതുസമൂഹത്തോട് നമ്മൾ മതേതരത്വം എന്ന് പറയുന്നത് എന്താ? എല്ലാവരോടും, ആരോടുമില്ല ജസ്റ്റിസ് ടു ആൾ, അപ്പീസ്മെൻറ്റ് ഓഫ് നൺ. ആരോടുമില്ല പ്രീണനം. ഇതായിരുന്നു BJPയുടെ ആദ്യത്തെ മുദ്രാവാക്യം, അല്ലേ? അതെ, ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി. അപ്പം ഈ ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ മതേതരത്വം അത് തന്നെയല്ലേ? അത് മതേതരത്വം ആയില്ലേ? പിന്നെന്തിനാ? പിന്നെ നമ്മൾ എക്സ്ട്രാ ഇവരെ പോയി കാണുക, ഇവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുക. ആ സ്വാധീനിക്കാൻ ശ്രമിക്കും തോറും ഇവർ എന്തോ ഒരു വലിയ സംഭവമാണ്, ഞങ്ങളാണ് BJP തോപ്പിച്ചതെന്ന് പറയുകയും ഒപ്പം തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്നത്, ഉത്തരത്തിലിരിക്കുന്ന എടുക്കാനും പറ്റിയില്ല, കയ്യിൽ മറ്റേ കൈക്കുഴയിലിരുന്നത് പോവുകയും ചെയ്തു എന്ന അവസ്ഥയാണ്. അതായത് ഹിന്ദു സമൂഹം ദാണ്ട ഇപ്പോൾ പല ഹിന്ദു സ്വാമിമാർ തീവ്രമായിട്ടുള്ളവർ പലരും BJP നേതൃത്വത്തിൻ്റെ ഈ നിലപാടിനെതിരെ ശക്തമായി പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. BJPയുടെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്, ധാരാളം പേര് പറയുന്നുണ്ട് ഈ നിലപാട് ശരിയല്ല, ഈ നിലപാട് തിരുത്തണം എന്ന് ഒരുപാട് പേര്. ഞാൻ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ ധാരാളം യൂട്യൂബ് ചാനലുകളിൽ നമ്മുടെ BJPയുടെയും RSSൻ്റെയും ചിന്തകന്മാരായിട്ടുള്ളവർ, വളരെ വെൽവിഷേഴ്സ് ആയിട്ടുള്ളവർ, ദീർഘകാലമായി നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർ, അങ്ങനെയുള്ള ധാരാളം പേര് ഈ നിലപാടിനെ വിമർശിക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് നമ്മുടെ പത്രികയില്ലേ, നമ്മുടെ അദ്ദേഹം പത്രിക യൂട്യൂബ് ചാനൽ, അതിലും കടുത്ത ഭാഷയിൽ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 2022 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്, LDF സർക്കാരിൻ്റെ കാലത്ത് ഒരു ലോക്സഭാ അംഗത്തെയും BJP ലോക്സഭാ അംഗത്തെയും, ഇത്തവണ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 3 BJP MLA നൽകിയ കേരളമാണെന്ന് ഓർക്കണം. അടുത്തതൊരു കോൺഗ്രസ് സർക്കാരാണ്, UDF സർക്കാരാണ്. വളരെ എളുപ്പമാണ് ഈ BJPയുടെ സംസ്ഥാന നിയമസഭയിലെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക. അതുമാത്രം ഓർത്തിരിക്കുക. എന്തായാലും 3 MLA വിജയിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ ടീമിന് തന്നെയാണ്. തൽക്കാലം കുറ്റം പറയാൻ മറ്റ് നിർവാഹമൊന്നുമില്ല. കാരണം ഈ ഒരു വിജയം 3 താമര വിരിഞ്ഞതും അത് വിരിഞ്ഞത് തന്നെയാണ്. അത് കേരളത്തിൽ വില കുറഞ്ഞ് കാണാനും കഴിയും. അതെ, അതിനെ വില കുറഞ്ഞ് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ്.